സപ്തഭാഷാ സംഗമഭൂമിയായ കേരളത്തിന്റെ വടക്കേ വാതിലായി നിലകൊള്ളുന്ന കാസർഗോഡിലേക്ക് സ്വാഗതം. പുരാതന കാലം മുതൽ ഇവിടെ വാണിരുന്ന ശക്തികൾ ഈ നാടിന്റെ സാംസ്കാരിക ഭൂമികയിൽ എഴുതിച്ചേർത്ത അധ്യായങ്ങളേറെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പൗരാണിക സഞ്ചാരികളുടെ വിവരണങ്ങളിൽ വരെ ഈ നാട് മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അറബ്, യൂറോപ്യൻ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ ബാർബോസയും ഫ്രാൻസിസ് ബുക്കാനനും അടക്കമുള്ള പ്രസിദ്ധ സഞ്ചാരികൾ തങ്ങളുടെ കുറിപ്പുകളിൽ കാസർഗോഡിന് വിദേശ രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും സാംസ്കാരികവുമായ വിനിമയങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ ശക്തികൾക്കൊപ്പം പല വിദേശ മതങ്ങളും കേരളത്തിലേക്കെത്തിയത് ഈ നാട്ടിലൂടെയാണ്. 9-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇവിടെ സന്ദർശിച്ച അറബികൾ ഹർട്ട്വില്ലിയ എന്നാണ് ഈ പ്രദേശത്തെ വിളിച്ചിരുന്നത്. പശ്ചിമഘട്ടവും അറബിക്കടലും തമ്മിൽ പതിഞ്ഞു നിൽക്കുന്ന ഈ ജില്ല പ്രകൃതിയുടെയും സംസ്കാരങ്ങളുടെയും അതുല്യ സമന്വയമാണ്. കാഞ്ഞിരക്കൂട്ടം എന്നർത്ഥം വരുന്ന കുസിരക്കൂട് എന്ന കന്നഡ വാക്കിൽ നിന്നാണ് കാസർഗോഡ് എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. 1984 മെയ് 24-നാണ് ഈ ജില്ല രൂപീകൃതമായത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. 1992 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജില്ലയിൽ 4 താലൂക്കുകളിലായി 129 വില്ലേജുകളുണ്ട്. 6 ബ്ലോക്കുകളിലായി 38 പഞ്ചായത്തുകളാക്കി തിരിച്ചാണ് ഭരണനിർവഹണം നടത്തുന്നത്. 5 നിയമസഭാ മണ്ഡലങ്ങളും 1 ലോക്സഭാ മണ്ഡലവുമുള്ള 293 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കടൽ തീരമുള്ള ജില്ലയിലെ പ്രധാന ഉപജീവനമാർഗം മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലുകളുമാണ്. കാസർഗോഡ് അതിന്റെ മനോഹരമായ ചരിത്ര സ്മാരകങ്ങളാലും പ്രകൃതി സൗന്ദര്യത്താലും വിസ്മയിപ്പിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി കോട്ടകൾ കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകതയാണ്. തീരദേശത്തിന് കാവലായി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട, പൗരാണികതയെ ഒളിപ്പിച്ചിരിക്കുന്ന ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ്, കുമ്പള, കുണ്ടംകുഴി, ബന്ദടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കോട്ടകൾ ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ കാണിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും നീളം കൂടിയ ചന്ദ്രഗിരി അടക്കം 12ഓളം നദികൾ ഈ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 1400 വർഷത്തിലധികം പഴക്കമുള്ള തളങ്കര മാലിക് ദിനാർ പള്ളി, തടാക ക്ഷേത്രമെന്നറിയപ്പെടുന്ന അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, അനന്തമായ ശാന്തതയുടെ വലിയ പറമ്പ് കായലും കായൽ പരപ്പിലൂടെ നീങ്ങുന്ന ഹൗസ് ബോട്ടുകളും, നിത്യാനന്ദാശ്രമം, ആനന്ദാശ്രമം, റാണിപുരം, കോട്ടഞ്ചേരി മലനിരകൾ, ഇതെല്ലാം ഈ നാടിന്റെ അഭിമാനവും വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലങ്ങളുമാണ്. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിലൊന്നായ തെയ്യം കാസർഗോഡിന്റെ പ്രത്യേകതയാണ്. തുളുനാട് സംസ്കാരത്തിലെ മാത്രം പ്രത്യേകതയായ യക്ഷഗാനം, കമ്പാള അഥവാ ബഫല്ലോ റേസ്, കോഴിയങ്കം, കോക്ക് ഫൈറ്റ് തുടങ്ങിയവ കാസർഗോഡിന്റെ സാംസ്കാരിക തനിമയാണ്. ഇവയോടൊപ്പം പൂരക്കളി, കോൽക്കളി, ദഫ്മുട്ട്, ഒപ്പന തുടങ്ങിയ കലകൾ സന്ദർശകരെ വളരെയധികം ആകർഷിക്കാറുണ്ട്. മലയാളം, തുളു, കന്നഡ, കൊങ്കണി, ഉറുദു ഒരേ നാട്ടിൽ ഇണങ്ങിയൊഴുകുന്ന ഭാഷകളുടെ ഈ സമ്മിശ്രത കാസർഗോഡിന്റെ അതുല്യതയാണ്. പ്രകൃതിയെ പ്രണയിച്ച മഹാകവി പി കുഞ്ഞിരാമൻ നായർ, നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്സായിരുന്ന മഹാകവി ടി ഉബൈദ് സാഹിബ്, ഇശലിന്റെ മാധുര്യവും മൈലാഞ്ചിയുടെ സുഗന്ധവും നിറച്ച പട്ടുപോലുള്ള 10,000-ഓളം പാട്ടുകൾ കലാകേരളത്തിന് സമ്മാനിച്ച മഹാപ്രതിഭ അഹമ്മദ് പള്ളിക്കര തുടങ്ങി കേരള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത നാടാണ് കാസർഗോഡ്. വിവിധ ജാതി മത വിഭാഗങ്ങൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് ജില്ല. മതസൗഹാർദ്ദം, ജാതിയും മതവും വർഗവും നോക്കാതെ സ്നേഹിക്കുന്നവർക്ക് കൽബ് പറിച്ചു കൊടുക്കുന്നവരാണ് കാസർഗോഡുകാർ. ഈയൊരു ഐക്യവും സൗഹാർദ്ദവും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ ഒറ്റപ്പെട്ട അക്രമങ്ങളെയും കുതന്ത്രങ്ങളെയും ഒറ്റക്കെട്ടോടെ നേരിട്ട ചരിത്രമാണ് കാസർഗോഡിനുള്ളത്. ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും തോളോടു തോളുരുമി ജീവിക്കുന്നത് മാനുഷിക മൂല്യങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ്. കാസർഗോഡിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പുരോഗതി തുടങ്ങി എല്ലാ മേഖലകളിലും
മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും അടിയുറച്ചു കൂടെ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് കാസർഗോഡിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ദീർഘകാല സ്വപ്നമായിരുന്നു കാലത്തിനനുസരിച്ചുള്ള ആസ്ഥാന മന്ദിരം. ആ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജില്ലാ നേതാക്കൾ. ജില്ലയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഊടും പാവും നൽകി ശക്തമാക്കിയ, നമ്മളിൽ നിന്നും വിട പറഞ്ഞ നേതാക്കന്മാരെ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബം പുലർത്താൻ വിമാനം കയറി കടലിനിക്കരയെത്തി പ്രവാസത്തിന്റെ ചൂടും ചൂരും അനുഭവിക്കുമ്പോൾ മാനവിക മൂല്യം മുറുകെ പിടിച്ച് സഹജീവികളെ ചേർത്ത് പിടിക്കാൻ എന്നും മുന്നിൽ നിൽക്കുന്നവരാണ് കാസർഗോഡുകാർ. അബുദാബി KMCCയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയവും ഉയർന്നതുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ലാ KMCC. അബുദാബി KMCCയുടെ ചലനങ്ങളിൽ എന്നും കയ്യും മെയ്യും മറന്ന് ആത്മാർത്ഥതയോടുകൂടി കൂടെ നിന്നിട്ടുള്ളവരാണ് കാസർകോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ. അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമാണ് അബുദാബി കാസർഗോഡ് ജില്ലാ KMCC. അബുദാബി ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ 5 മണ്ഡലങ്ങളിലായി 3 മേഖലാ കമ്മിറ്റികളും 3 മുനിസിപ്പാലിറ്റികളും 25 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഈ കമ്മിറ്റിയുടെ കാലയളവിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയിൽ പ്രധാനപ്പെട്ടവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജില്ലയിലെ പ്രവർത്തകർക്ക് വേണ്ടി പ്രശസ്ത കൗൺസിലറും സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടത്തിയ ലേണിംഗ് ലീഡേഴ്സ് പ്രോഗ്രാം തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി അബുദാബിയിലെത്തിയ പ്രിയപ്പെട്ട കാസർഗോഡിന്റെ MP, കാസർഗോഡുകാരുടെ ഉണ്ണിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് കൊടുത്ത സ്വീകരണം. പ്രവാസ ജീവിത സമ്മർദ്ദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ പുതുക്കാനും കലാകായിക മത്സരങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും ഹുദൈരിയാത്ത് ബീച്ചിൽ വെച്ച് സംഘടിപ്പിച്ച കമനീയം കാസർഗോഡ് ഫെസ്റ്റ്, ഇഫ്താർ സംഗമം, ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് സ്വീകരണം, മൗലൂദ് മജ്ലിസുകൾ, UAE നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് നടത്തിയ വി ലവ് UAE, MSF ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ സാമ്പത്തിക സഹായം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാസർഗോഡ് നിവാസിയായ പെൺകുട്ടിക്ക് ഡൽഹി KMCCയുമായി സഹകരിച്ചുകൊണ്ട് നൽകിയ സ്കോളർഷിപ്പ്, മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് സെന്ററിനു വേണ്ടിയുള്ള ഫണ്ട്, വയനാട് ഫണ്ട്, ജില്ലാ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിര ഫണ്ട്, മീഡിയ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാധ്യമ സെമിനാർ, ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന ടൈറ്റിലിൽ മാസം തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ഈ കമ്മിറ്റിയുടെ കാലയളവിലുള്ള അടയാളപ്പെടുത്തലുകളിൽ പ്രധാനപ്പെട്ടവയാണ്. സ്റ്റേറ്റ് KMCC നടത്തിയ വാക്കത്തോൺ, സ്റ്റേറ്റ് KMCCയുടെ കബഡി ടൂർണമെന്റിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുകയും കണ്ണൂർ ജില്ലാ KMCC സംഘടിപ്പിച്ച KSL ഫുട്ബോൾ ടൂർണമെന്റിൽ 3ാം സ്ഥാനവും നാട്ടുകാരനായ പ്രിയപ്പെട്ട MN നാസർ സാഹിബിന്റെ നാമധേയത്തിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സ്പോർട്സ് വിംഗ് ആതിഥ്യമരുളിയ ഫുട്ബോൾ ടൂർണമെന്റിൽ കരുത്തരായ മറ്റു ജില്ലകളെയും ടീമുകളെയും പൊരുതി കീഴടക്കി നേടിയ ചാമ്പ്യൻ പട്ടവും ജില്ലയുടെ കായിക രംഗത്തുള്ള വലിയ ചുവടുവെപ്പാണ്. അടുത്ത കാലത്തായി KMCCയിലൂടെയും ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലൂടെയും അബുദാബിയുടെ സാമൂഹിക സാംസ്കാരിക കലാ കായിക ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞുനിന്ന സർവാധിപന്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് കാസർഗോഡ് ജില്ലയുടെ അഭിമാനങ്ങളായിരുന്ന MN നാസർ സാഹിബ്, മുജീബ് മൊഗ്രാൽ സാഹിബ്, അസ്ലം സാഹിബ് എന്നിവരുടെ ഓർമ്മകളോടെ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്യുമെന്ററി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ.